ക്രിസ്റ്റഫർ നോളൻ്റെ ദ ഒഡീസി ശരിക്കും പറയാൻ വാക്കുകളില്ല. ഞെട്ടിച്ച പടമാണ്. ഹോമറുടെ ഒഡീസി എന്ന് പറഞ്ഞ കഥയുടെ ചുരുങ്ങിയ ഷോട്ടുകൾ വരെ യൂട്യൂബിലുണ്ട്. ആ കഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഈ സിനിമ ആസ്വാദനം ഭയങ്കര ഫീലായിരിക്കും. പടത്തിലേക്ക് വരുവാണെങ്കിൽ എനിക്ക് ഈ സിനിമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നറേഷനാണ്. ക്രിസ്റ്റഫർ നോളൻ്റെ മെയിൻ സാധനം തന്നെ നോൺ ലീനിയർ രീതി. ആ നോൺ ലീനിയർ രീതിയിൽ കഥ പറയുന്ന സിനിമ ലോകത്തിൽ തന്നെ ഒരു രാജാവെന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ തുടക്കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനെ ആ സ്ക്രിപ്റ്റ്, ആ ഫസ്റ്റ് ലൈന് അതായത് ട്രാവിസ് സ്കോട്ടാണ് ഈ സിനിമയുടെ കഥ തുടക്കം ഇടുന്നത്. ട്രാവിസ് സ്കോട്ടിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ കൊട്ടാരത്തിലൊക്കെ ഈ വിളംബരം ചെയ്യലേ, നാഥനില്ല കളരിയായിട്ടുള്ള അവസ്ഥയാണ് ഇത്താക്ക് ആ രാജ്യം. അതായത് ഒഡീസിയസ് ട്രോജൻ യുദ്ധത്തിന് പോയി വർഷങ്ങളായിട്ടും തിരിച്ചു വരുന്നില്ല. ഭാര്യ പെനിലോപ്പി, മകൻ ടെലിമാക്കസ്, സുഹൃത്തായ യൂഫോസിസ് ഒക്കെ ഈ രാജാവിന് വേണ്ടി, ഒഡീസിയസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ആ നാഥനില്ല കളരി, രാജാവില്ലാണ്ട് വാഴുന്ന ആ കൊട്ടാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരുപാട് സ്യൂട്ടേഴ്സ് ഈ പെനിലോപ്പിയെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്ന് ആ കൊട്ടാരം മുഴുവൻ കുളം തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ വില്ലനാണ് അന്റിനോസ് എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ. അങ്ങനെ അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ആദ്യത്തെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നോളൻ നമ്മളിലേക്ക് കൺവേ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ 3-4 ടൈം ലൈനിൽ കൂടിയാണ് ഇതിൻ്റെ കഥ പറയുന്നത്. പല സമയത്ത് നടന്ന കാര്യങ്ങൾ പല കഥാപാത്രങ്ങളിലൂടെ പല സിറ്റുവേഷൻസിലൂടെ ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ തന്നെ പല ഡയമെൻഷൻസിലൂടെ നമ്മളെ കാണിക്കുകയാണ്. ഒരുതരം റാഷോമോൻ എഫക്റ്റ് പോലെ പല ക്യാരക്ടറുകളിലൂടെയും ഒഡീസിയസിലൂടെയും തന്നെ ഈ കഥ നോളൻ പറഞ്ഞു പോവുകയാണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പടം തുടങ്ങി ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ലാഗടിക്കുന്ന പോലെ തോന്നും. അത് കഴിഞ്ഞ് ഒരു ഷോട്ടുണ്ട്, ട്രോജൻ യുദ്ധം ഇവരെങ്ങനെ ജയിച്ചു, അതായത് ട്രോജൻ ഹോഴ്സ് എങ്ങനെ ഇവരെ അവതരിപ്പിച്ചു എന്നുള്ളത് നേരെ കാണിക്കുന്ന ഒരു ഷോട്ടിലാണ് സിനോൺ എന്ന് പറഞ്ഞ കഥാപാത്രം ഒരു കടൽ തീരത്ത് നിൽക്കുന്നു. ട്രോജൻ പടയാളികൾ അങ്ങകലെ നിന്ന് അവരുടെ കുതിരപ്പുറത്ത് വരുന്ന ഒരു ഷോട്ട്. എൻ്റെ മോനെ, ആ ഒരു ഷോട്ടയിൽ നമ്മൾ പടത്തിലേക്ക് അങ്ങ് കയറുവാണ്. അവിടം തുടങ്ങി പതിയെ അങ്ങ് തിരികൊളുത്തി പിന്നെ അങ്ങ് കത്തിക്കുന്ന ഐറ്റമാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. സൈക്ലോപ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റക്കണ്ണൻ ഭീമനായ ഒരു രാക്ഷസൻ എന്ന് തന്നെ പറയാം. അയാളുടെ ആ രാക്ഷസൻ്റെ ഗുഹയിൽ ഒഡീസിയസും പടയാളികളും ചെന്ന് വിട്ടുപോകുന്നതും അവിടുന്ന് രക്ഷപ്പെടുന്നതുമായുള്ള സംഭവം. അവിടുന്ന് ആ രക്ഷപ്പെടുന്ന സംഭവമൊക്കെ ജസ്റ്റ് ഒരു 5-10 മിനിറ്റിനുള്ളിലാണ് കാണിക്കുന്നത്. പക്ഷേ അത് അവിടെ അവരനുഭവിച്ച ആ ഒരു പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അത് കിട്ടും. അത്രയും മനോഹരമായിട്ടുള്ള ഏറ്റവും മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിട്ടാണ് കാണിച്ചു പോകുന്നത്. എനിക്ക് ആ സംഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം ഏതാണെന്ന് വെച്ചാൽ, ഈ സൈക്ലോപ്സിൻ്റെ അടുത്ത് ഇവർ രക്ഷപ്പെടുന്ന ഒരു സാധനമുണ്ട്. പടയാളികളും ഒഡീസിയസും ഇങ്ങനെ ഓടി രക്ഷപ്പെടുമ്പം സൈക്ലോപ്സ് പുറകിൽ നിന്നും ഇവരെ കൊല്ലാൻ വരുന്ന ആ ഒരു ഷോട്ട്, നമ്മളെന്തോ വലിയൊരു ഭീകര സ്വപ്നം കാണുന്ന ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഷോട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അത്രയ്ക്കും ഗംഭീരമായിട്ട് ഇവർ വേറൊരു ഐലൻഡിൽ ചെല്ലുമ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തരം ഭീമാകാരന്മാരായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവരെ കൊല്ലാൻ വരുന്ന ഒരു സാധനം. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അന്തരീക്ഷം അവർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു പൈൻമരക്കാട് പോലൊരു കാടാണ്. അവിടെ ഒരു മഞ്ഞ് നിറഞ്ഞ ഒരു താഴ്വര പോലെ ഒരു കാട്. അവിടുന്ന് ഈ ഒരു ഷോട്ട് അതിങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ നീങ്ങുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. മോൻ ആ സാധനമൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു. ഒരു രക്ഷയില്ല. ഈ മരിച്ചുപോയ ആത്മാക്കൾ തിരിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ഥലം, ടൈറൻസ് എന്നോ അങ്ങനെ കണ്ട ആ ഒരു ഇതിൻ്റെ പേര് പറയുന്നതിൻ്റെ അകത്ത് ആ ഒരു സാധനമാണ് ചെയ്തിരിക്കുന്നതാണ് എനിക്ക് ഈ പടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ആ ഒരു സ്ഥലത്തിലേക്ക് ഇവർ പോകുമ്പം തന്നെ ഉള്ളൊരു മ്യൂസിക്കുണ്ട്, ഒരു രക്ഷയില്ലാത്തൊരു മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഭീകരമായുള്ളൊരു മ്യൂസിക്. മരിച്ചുപോയ പടയാളി ഈ ഒഡീസിയസിൻ്റെ അടുക്ക വന്ന് സംസാരിക്കുന്ന സാധനമൊക്കെ എന്നാ ലെവലിൽ ആ സീൻ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഒരു ഡാർക്ക് ആംബിയൻ്റ് ആയിട്ടുള്ള ഒരു മൂഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു സംഭവം. എനിക്ക് ഈ സിനിമയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം അതാണ് കേട്ടോ. അതുപോലെ തന്നെ സൈറൻസ് ഉള്ള ഒരു ഐലൻഡ്, അവിടെ ഒരു സംഗീതം കേട്ടാൽ നമ്മളവിടെ പെട്ടുപോകുന്ന ആ ഒരു സംഭവം കാണിച്ചേക്കുന്നത്. ആ മ്യൂസിക് എന്താണെന്നുള്ളത് നമ്മളിലേക്ക് അത്
കേൾപ്പിച്ചിട്ടില്ല. പക്ഷേ അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു തരിപ്പ് പോലെ ചെറിയൊരു സാധനം അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒഡീസിയസിൻ്റെ ആ ഒരു എക്സ്പ്രഷനിലൂടെ അയാൾ അങ്ങോട്ട് പോകാൻ വേണ്ടി അയാൾ ഇങ്ങനെ വ്യഗ്രത പിടിക്കുന്ന ആ ഒരു എക്സ്പ്രഷനിലൂടെ നമുക്ക് കാണുന്നവർക്ക് ആ ഒരു ഐലൻഡിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി, ആ പടയാളികളുടെ എല്ലാം ചെവി അടച്ചു വെച്ചേക്കുവാണ്. അപ്പോൾ ആ പടയാളികളെ പോലെ തന്നെ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി കാണുന്ന നമുക്കും തോന്നിപ്പോകുന്നുണ്ട്. അത് അവിടെ ആ സൈറൻസ് ഇങ്ങനെ ആ മലയിടുക്കിൽ പതുങ്ങിയിരിക്കുന്ന ഒരു ഷോട്ട്, ഇങ്ങനെ ലോങ് ഷോട്ടായിട്ട് ആ കപ്പലിൽ നിന്ന് ഇവർ പോകുന്ന ആ കപ്പലിൽ നിന്നുള്ള ആംഗിളിൽ ആ മല ഇടുക്കിലേക്ക് ഇങ്ങനെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്, ലോങ് ഷോട്ടായിട്ട് സൈറൻസ് ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നത്. എൻ്റെ മോനെ, ആ അതൊക്കെ ഇതിൻ്റെയൊക്കെ ആർട്ട് വർക്കാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഭീകരമായിട്ടുള്ളൊരു സാധനമായിരുന്നു അതൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു സീലെ ആ വേൾപൂൾ പോലെ ആ ചുഴിക്കകത്തോട്ട് പെട്ടുപോകുന്നതിൻ്റെ ഇടയിൽ ഇവരെ രക്ഷപ്പെട്ട് കഴിഞ്ഞ് അവിടെ കുറേ ഡ്രാഗൺസോ എന്തോ ഒരു സംഭവം ഇവരെ പിടിക്കാൻ വരുമല്ലോ. അത് പെട്ടെന്ന് ആകസ്മികമായി പെട്ടെന്ന് അങ്ങ് വരുന്നത്. ആ സമയത്ത് സൗണ്ടിങ്ങൊക്കെ ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ മനുഷ്യരെ ഇവർ പടയാളികളെ ഈ സംഭവം പിടിച്ചുകൊണ്ട് പോയിട്ട് അതും ഈ പറഞ്ഞൊരു ലോങ് ഷോട്ടിലേക്ക് ഇത് എവിടെ നിന്നാണ് ഇത് വരുന്നതെന്നുള്ളത് ഈ വലിയ പാറയിടുക്കിൻ്റെ ഇടയിൽ ആ ഒരു വലിയ ഹോള് കാണിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും നമ്മൾ നേരിട്ട് പോയി നമ്മളങ്ങനെ ഒരു സംഭവം കണ്ടു നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ പടം കണ്ടപ്പോൾ തോന്നി. അമ്മാതിരി ലെവലിൽ അത് ഒരു CGI പോലും ഇല്ലാതെ എല്ലാം ഒറിജിനലായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്ന് ഓർക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ അത്ഭുതം. അതൊന്ന്. പിന്നെ ഇതെല്ലാം ഫിലിമേലാണ് ഷൂട്ട് ചെയ്യുന്നുള്ളത്. ഒരു സംവിധായകൻ സിനിമകൾ ചെയ്ത് അയാൾ വിസ്മയിപ്പിക്കുക എന്ന് പറയത്തില്ലേ, ഓരോ സിനിമ കഴിയും തോറും അയാളുടെ ക്വാളിറ്റി കൂടിക്കൂടി വരുന്ന് നമ്മളെ വിസ്മയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ക്രിസ്റ്റഫർ നോളൻ അതിനൊരു ഉത്തമ ഉദാഹരണമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും എനിക്ക് അക്കീറ കുറോസാവയെ ഓർമ്മ വന്നു. കാരണം കുറോസാവയുടെ സിനിമകൾ ഇതുപോലെയായിരുന്നു. ഓരോ സിനിമകളും വ്യത്യസ്തമാക്കുകയും ഓരോ സിനിമയിലും പുതുമയായിട്ടുള്ള ആവിഷ്കരണ രീതിയായിരുന്നു കുറോസാവ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച സംവിധായകരിലൊരാൾ. അതേപോലെ ഇപ്പം ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു കാലഘട്ടത്തിൽ പുതുമയാർന്ന രീതിയിൽ സിനിമകൾ ചെയ്ത് നമ്മളെ ഓരോ സിനിമ കഴിയും തോറും ആ റേഞ്ച് കൂടിക്കൂടി വന്ന് നമുക്കൊരു പുതിയ പുതിയ സാധനങ്ങൾ ഇട്ട് തരുവാണ്. ക്ലൈമാക്സിലേക്ക് എത്താൻ നേരത്ത് എൻ്റെ മോനെ ഞാൻ കണ്ട തിയേറ്ററിൽ ഓഡിയൻസ് കിടുമായിരുന്നു കേട്ടോ. ആ കയ്യടി എന്നൊക്കെ പറഞ്ഞ് അയ്യൊരു കയ്യടി, തിയേറ്റർ കത്തിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞ നോളൻ. അവിടെ പെട്ടെന്ന് അതൊരു സിനിമാറ്റിക് രീതിയിൽ ഇച്ചിരി ഓവറായിട്ട് സ്ലോ മോഷനൊക്കെ വെച്ച് ഭയങ്കര ആക്ഷനും ഇത് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അത്രയും നേരം കണ്ട ആ ഒരു സിനിമയ്ക്ക് പെട്ടെന്ന് ചേഞ്ച് ആവുക ചെയ്യുന്നത്. പക്ഷേ ഇത് ആ തുടക്കം മുതൽ സിനിമ കൊണ്ടുപോയ ആ ഫ്ലോ നിലനിർത്തിക്കൊണ്ടാണ് ആ ക്ലൈമാക്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒന്നും പറയാനില്ല. രോമ ഇങ്ങനെ എണീറ്റ് ചെയ്യും, അമ്മാതിരി ക്ലൈമാക്സ് ആയിരുന്നു. തിയേറ്ററിലൊക്കെ കയ്യടി ആർപ്പുവിളിയൊക്കെ ആയിട്ട് ആഘോഷമായിരുന്നു. അതെനിക്കൊരു സന്തോഷമാണ്. ഞാൻ എൻ്റെ ഇവിടുത്തെ അടുത്തുള്ള ഒരു സാധാരണ തിയേറ്ററിൽ പോയാണ് കണ്ടത്. എനിക്കൊരു ഇഷ്ടമുള്ളൊരു തിയേറ്റർ, നല്ലൊരു സൗണ്ട് പിക്ചർ ക്വാളിറ്റിയൊക്കെ എന്നുള്ള തോന്നി എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു സാധാരണ ഒരു തിയേറ്ററിൽ പോയാണ് കണ്ടത്. പക്ഷെ അവിടെ വന്ന ഓഡിയൻസിൻ്റെ റിയാക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി സന്തോഷമായി. ക്ലൈമാക്സ് അങ്ങ് എത്തിയപ്പോൾ എല്ലാവരും അങ്ങ് ആർപ്പ് വിളിക്കുമായിരുന്നു. എല്ലാവർക്കും ഫീല് കിട്ടി. നോളൻ അവിടെ ഉദ്ദേശിച്ച സാധനം എന്താണെന്നുള്ള അതിൻ്റെ ഹിറ്റ് കിട്ടി. ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നോളൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രേക്ഷകരിലേക്ക് കൺവേ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആൻറ്റി വാർ എലമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. നല്ല ഇമോഷണലായിട്ട് ഇത് നമ്മളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. അത് പഴയ കാല കഥയാണ് പറയുന്നതെങ്കിലും ഒരു ഫിക്ഷനാണ് പറയുന്നതെങ്കിലും അത് എന്തുമാത്രം റിയലിസ്റ്റിക് ആക്കാവോ, ശരിക്കും നടന്ന ഒരു സംഭവം എന്നുള്ള രീതിയിൽ അത്രയും റിയലിസ്റ്റിക് ആക്കിയാണ് നോളൻ ഈ സിനിമ നമ്മളോട് പറയുന്നത്. അതുപോലെ തന്നെ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങൾ, ഒഡീസിയസ് ആയിട്ട് അഭിനയിച്ച മാറ്റ് ഡാമൻ ജീവിക്കുമായിരുന്നു. അതുപോലെ തന്നെ പെനിലോപ്പിയായിട്ട് അഭിനയിച്ച അന്ന ഹാത്വേ, ടോം ഹോളണ്ടിൻ്റെ ടെലിമാക്കസ്, റോബർട്ട് പാറ്റിസൺ ചെയ്ത അൻറ്റിനോസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ, യൂഫോസിസ് അങ്ങനെ കണ്ടാന്ന് തോന്നുന്ന ക്യാരക്ടറുടെ പേര്. ആ നടൻ ജോൺ കൂട്ടി എന്തോ ഒരു പേരാണ് ആ ചങ്ങാതിയുടെ. പുള്ളിയുടെ അഭിനയം ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ആ പകുതി കണ്ണ് മാത്രം കാണുന്ന ആ ക്യാരക്ടറുടെ
പ്രത്യേകിച്ച് മാറ്റ് ഡാമൻ്റെ പെർഫോമൻസ് ഒഡീസിയസ് ആയിട്ട് ജീവിക്കുമായിരുന്നു തന്നെ പറയാം. അതുപോലെ പെനിലോപ്പി ആയിട്ട് അഭിനയിച്ച നമ്മൾ അന്ന ഹാത്വേയുടെ ഇവരുടെ രണ്ടുപേരുടെയും പെർഫോമൻസാണ് ഏറ്റവും എടുത്ത് പറയേണ്ടത്. അതുപോലെ തന്നെ വില്ലനായിട്ട് വന്ന നമ്മുടെ റോബർട്ട് പാറ്റിൻസൻ്റെ ക്യാരക്ടർ തുടക്കത്തിൽ ഒരു സാധാരണ മ്യൂസിക് ലെവലേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ആദ്യത്തെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞൊരു ഷോട്ടുണ്ട്, ഈ ട്രോജൻ പടയാളികളിൽ അകലേന്ന് വരുന്നൊരു ഷോട്ടുണ്ട്. ആ പടം പോലാണ് ഈ പടം എനിക്ക് ഇന്നായത്. ഞാൻ ഈ പടത്തിലേക്ക് കയറുന്ന അപ്പോഴാണ് ജസ്റ്റ് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഷോട്ട് വരും. അവിടെ മുതലങ്ങ് ലുഡ്വിഗ് ഗൊറാൻസൺ അങ്ങ് കത്തിക്കുകയാണ്, പിന്നെ ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുതരം ഡ്രം പോലത്തെ ഒരു ഇൻസ്ട്രുമെൻ്റാന്ന് തോന്നുന്നു, അത് വെച്ചൊരു പെടയുണ്ട്. എൻ്റെ ആ പൊന്നും ഒരു ഗംഭീര സാധനം. ഹൊയ്ത്തേമയുടെ സിനിമാറ്റോഗ്രഫി, സിനിമ തുടങ്ങി തീരുന്നിടം വരെ എല്ലാ ഷോട്ടുകളും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അതുപോലെ സൗണ്ട് ഡിസൈൻ, എൻ്റെ പൊന്നോ, സിനിമ തുടങ്ങുന്ന പോലെ ഒരു മുഴക്കമാണ്. ബേസ് ഇങ്ങനെ കിടന്ന് ഇങ്ങനെ മുഴങ്ങുമായിരുന്നു തിയേറ്റർ മുഴുവൻ. ഹോമറുടെ ദ ഒഡീസി എന്ന് പറഞ്ഞ കൃതി ഇത്രയും മനോഹരമായിട്ട് സിനിമ ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റഫർ നോളൻ്റെ ഒഡീസി എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റും. വിൻറ്റേജ് സൂമിൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.